എക്കാലത്തെയും മികച്ച ഹൊറർ സിനിമയുടെ പട്ടികയിൽ ഇടം നേടുകയാണ് പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത DS ഇറ. ദൈനംദിന ജീവിതത്തിലെ സാധാരണ നിമിഷങ്ങളെ പോലും ഭയത്തിന്റെ ഉറവിടമാക്കി മാറ്റാനുള്ള സംവിധായകന്റെ ശ്രമം DS ഇറയിലൂടെ പൂർണ്ണമായും നമ്മൾ കണ്ടു. രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ പ്രതിഭയെ വീണ്ടും തെളിയിക്കുന്ന സിനിമയാണിത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു കൾട്ട് ക്ലാസിക്കായി DS ഇറ അറിയപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ജംസ്കെയറുകൾ അടക്കമുള്ള സ്ഥിരം ക്ലീഷേ സംഗതികൾ പടത്തിൽ ഉണ്ടെങ്കിലും അവ ഉപയോഗിച്ചിരിക്കുന്ന രീതിയും അവ സൃഷ്ടിക്കുന്ന പുതിയ അന്തരീക്ഷവുമാണ് രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ ബ്രില്യൻസ് കാണിക്കുന്നത്. അതിസമ്പന്ന കുടുംബത്തിലെ റോഹൻ എന്ന കഥാപാത്രമായാണ് പ്രണവ് മോഹൻലാൽ എത്തുന്നത്. തന്റെ വലിയ ആഡംബര വീട്ടിൽ ചില അസ്വാഭാവിക കാര്യങ്ങൾ നടക്കുന്നതോടെ ആ പ്രശ്നത്തിന്റെ വേരുകൾ തേടി രോഹൻ എന്ന പ്രണവിന്റെ കഥാപാത്രം ഇറങ്ങി പുറപ്പെടുന്നതാണ് ചിത്രത്തിന്റെ കഥ. രാഹുൽ സദാശിവന്റെ രണ്ടാമത്തെ ചിത്രമായ ഭൂതകാലത്തിൽ നിന്നും വ്യത്യസ്തമായി DS ഇറ പ്രേക്ഷകനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഭയം ജനിപ്പിക്കുന്ന ഹൊറർ ഘടകങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ചിത്രത്തിന്റെ ആസ്വാദനത്തെ ഒട്ടും ബാധിക്കുകയുമില്ല. മികച്ച സൗണ്ട് എഫക്റ്റുകൾ, എഡിറ്റിംഗ്, സംഗീതം എന്നിവ ഉപയോഗിക്കേണ്ടിടത്ത് മാത്രം ഉപയോഗിച്ച് മികച്ച അനുഭവമാണ് പ്രേക്ഷകന് നൽകുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകരെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തുന്ന പശ്ചാത്തല സംഗീതമൊരുക്കിയ സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സേവിയറിന് നമുക്ക് ഒരു സ്പെഷ്യൽ കയ്യടി കൊടുക്കാം. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ച ഷഫീഖ് മുഹമ്മദ് അലിയും കഥയുടെ ഗതിയെ വേറിട്ട രീതിയിൽ അവതരിപ്പിച്ചു. സിനിമയുടെ ആദ്യ ഭാഗങ്ങൾ സാധാരണ ഒരു ഹൊറർ സിനിമയുടെ പ്രതീതി നൽകുമെങ്കിലും ഒട്ടും താമസിയാതെ ഒരു മിസ്റ്ററി ത്രില്ലർ സ്വഭാവത്തിലേക്ക് ചിത്രം വഴിമാറുന്നുണ്ട്. കഥയുടെ ചുരുളഴിക്കുന്ന ക്ലൈമാക്സ് രംഗവും പ്രേക്ഷകനെ അമ്പരപ്പിക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. സിനിമയുടെ സാങ്കേതിക മികവിനോടും കഥാപാത്രങ്ങളുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. പ്രണവ് മോഹൻലാലിനൊപ്പം ഗിബിൻ ഗോപിനാഥ്, അരുൺ അജിത് കുമാർ, ജയ കുറുപ്പ് എന്നിവരുടെ പ്രകടനവും കയ്യടി അർഹിക്കുന്നതാണ്.